Hello, good morning. Good morning. Good morning, ma'am. Good morning. Yes. Ready ആയോ എല്ലാവരും? Okay. Yes. നമുക്ക് തുടങ്ങാം. ചാപ്റ്റർ ഒക്കെ എടുത്ത് പിടിച്ചോ കയ്യില്? എത്രാമത്തെ ചാപ്റ്റർ നമ്മൾ എടുക്കുന്ന ചാപ്റ്ററിന്റെ പേരെന്താ? ചാപ്റ്ററിന്റെ പേരെന്താ? അറിയാ? HMIS അല്ലെ? ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. 6ാമത്തെ ചാപ്റ്റർ ആണ്. ഇതില്ലാത്തവര് വേഗം എടുക്കണോട്ടാ. അതിന് വേണ്ടിയിട്ടാണ് ഈ ചോദിക്കണേ. ആറാമത്തെ ചാപ്റ്റർ. രണ്ട് ചാപ്റ്റർ ആണ് ഞാൻ എടുക്കേണ്ടത്. ഒന്ന് ക്ലിനിക്കൽ ഓഡിറ്റ്. ഈ ഒരു മൊഡ്യൂളില് നമുക്ക് ക്ലിനിക്കൽ ഓഡിറ്റും പിന്നെ HMIS ആയിരുന്നു ഉണ്ടായിരുന്നത്. ക്ലിനിക്കൽ ഓഡിറ്റ് നമ്മൾ തീർത്തു. ഇനി നമ്മളുടെ 6ാമത്തെ ചാപ്റ്റർ കുറച്ച് ഭാഗമൊക്കെ നമ്മൾ പിന്നിട്ടു. അപ്പൊ അടുത്ത പോർഷനിലേക്ക് പോകാം. എവിടെ വരെ നമ്മൾ എടുത്തു? ഓർമ്മയുണ്ടാ? ലാസ്റ്റ് ക്ലാസ്സില് നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? എനിബഡി? EHRS ഒക്കെ പറഞ്ഞു അല്ലെ? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് പറഞ്ഞു. പേഷ്യന്റ് റെക്കോർഡ്, അത് എന്തിനാണ് പേഷ്യന്റ് റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നത്? അതിന്റെ പർപ്പസ് അല്ലെ? എപ്പിസോഡ് ഓഫ് കെയർ, അതായത് ഒരു സ്പെസിഫിക് ടൈമിൽ നമ്മൾ എന്തൊക്കെ കെയറിങ്ങിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസിൽ വരുന്നത് അതെല്ലാം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ആ ഒരു ഫുൾ എപ്പിസോഡ് ഓഫ് കെയറിൽ നമ്മളുടെ സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് എന്തൊക്കെ സർവീസസ് ആണോ അവിടുന്ന് തരുന്നത്, ഹോസ്പിറ്റൽസിൽ തരുന്നത്, ആ ഒരു ഫുൾ എപ്പിസോഡ് ഓഫ് കെയർ അത് നമ്മളുടെ ഹെൽത്ത് റെക്കോർഡ്സ് പ്രിപ്പയർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു പർപ്പസ് ആണ്. പിന്നെ കണ്ടിന്യൂം ഓഫ് കെയർ എന്ന് പറയുമ്പോൾ തുടർച്ചയായിട്ട് നൽകുന്ന കെയറിന് അത് HMIS 2014 ഒരു എന്താ പറയാ, അതൊരു ഗൈഡാണ്. അല്ലെങ്കിൽ വിച്ച് ട്രാക്സ് ദ പേഷ്യൻസ് ഓവർ ത്രൂ ദ കോംപ്രിഹെൻസീവ് അറേ ഓഫ് ദെയർ ഹെൽത്ത് കെയർ. ഒരു സമഗ്രമായ ഹെൽത്ത് കെയർ ഒരു ഹോസ്പിറ്റലിലും അവിടുത്തെ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ സമഗ്രമായ ഒരു അവലോകനം, ഒരു ഗൈഡ്, മാത്രമല്ല പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ എങ്ങനത്തെയാണ് അത് ട്രാക്ക് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അതിനകത്ത് കണ്ടിന്യൂം ഓഫ് കെയർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ രോഗത്തിന് മരുന്ന് കൊടുത്തു വിട്ടു അങ്ങനെയല്ല, പിന്നെയും അവരുമായിട്ട് ആ പേഷ്യൻസുമായിട്ട് ആ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് ഒരു ബന്ധമുണ്ട്. അത് തുടർന്നുകൊണ്ടിരിക്കുക. ദാറ്റ് മീൻസ് പിന്നീട് ഉണ്ടാകുന്ന ചിലപ്പോൾ കൺസൾട്ടിങ്ങിലും അതുപോലെ തന്നെ നമ്മൾ ചില ഇപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ച് ചില ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ചില ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്നുണ്ട്, ഫോണിലൂടെ ത്രൂ ഫോൺ അവരെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അവരുടെ രോഗം എങ്ങനെയുണ്ട് മരുന്ന് കഴിച്ചിട്ട് അല്ലെ, ഒന്നില്ലെങ്കിൽ അവരോട് നേരിട്ടോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഓൺ ബിഹാഫ് ഓഫ് അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ചില ആൾക്കാരുണ്ടായിരിക്കും. ചിലപ്പോൾ അവർക്ക് അത്ര സംസാരിക്കാനോ മറ്റു കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ എന്താ പറയാ ഫോണിലൂടെ കോണ്ടാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അത്തരം കാര്യങ്ങൾ ഇൻഫർമേഷൻസ് ഒക്കെ അവർ തിരക്കും. അതാണ് കണ്ടിന്യൂം ഓഫ് കെയർ. ഒരു പർട്ടിക്കുലർ കെയർ കൊടുത്തിട്ട് പിന്നെ അവരെ ശ്രദ്ധിക്കാതിരിക്കലല്ല, പിന്നെ വീണ്ടും അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അത് കോണ്ടാക്ടിങ്ങിലൂടെ പല രീതിയിൽ കോണ്ടാക്ട് ചെയ്തിട്ടാണ്. വീണ്ടും വന്ന് കഴിയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന അസുഖം എങ്ങനെ ഉണ്ടായിരുന്നു ചിലപ്പോൾ, കാരണം അവിടെ ആ റെക്കോർഡ് ഉണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു അസുഖം നേരത്തെ വന്നിരുന്നു അല്ലെ, അപ്പൊ ആ രോഗത്തിന് മരുന്നുകൾ നമ്മൾ കഴിച്ചിരുന്നു. അപ്പൊ നമ്മളുടെ ആ ചാർട്ട് ഷീറ്റ് ഒക്കെ എടുത്തു നോക്കുമ്പോൾ, ആ റെക്കോർഡ്സ് എടുത്തു നോക്കുമ്പോൾ they can understand that the patient has received such care. ഇങ്ങനെ ഒരു കെയറും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റും ഇവർക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാകും അല്ലെ. അപ്പൊ അവരതനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മളോട് ചോദിക്കും. അതൊക്കെയാണ് പേഷ്യന്റ് കണ്ടിന്യൂം ഓഫ് കെയർ എന്ന് പറയുന്നത്. പിന്നെ പേഷ്യന്റ് കെയർ ഒക്കെ പറഞ്ഞതല്ലേ, പേഷ്യന്റ് കെയർ, പേഷ്യൻസിന് എന്താ പറയാ കൊടുക്കുന്ന കെയർ, അതിനെ കുറിച്ച് പ്ലാൻ ചെയ്യാന്, അതൊക്കെ ഒരു ഡോക്യുമെന്റ് ബേസിസിൽ എന്ത് കെയർ ആണ് കൊടുക്കുന്നത്, എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കണം, എന്ത് സർജറി നടത്തണം, എന്ത് ഓപ്പറേഷൻസ് നടത്തണം, എന്ത് പ്രൊസീജിയേഴ്സ് നടത്തണം അല്ലെ, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട എന്താ പറയാ മരുന്നുകൾ എന്താണ്, ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണോ ഇതെല്ലാം തന്നെ പേഷ്യന്റ് കെയറിനകത്ത്
പെടും. അതായത് എത്രത്തോളം ആ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം അവരുടെ സർവീസ് ഡെലിവർ ചെയ്യുന്നത്, വാട്ട് ആൾ സർവീസസ് ആർ ഡെലിവറി, അവരുടെ ഡെലിവറി സിസ്റ്റം അത് ഒരു എന്താ പറയാ ടോട്ടൽ ഹെൽത്ത് മാനേജ്മെന്റിന്റെ ഒരു ട്രൂ ഒരു ഡോക്യുമെന്റേഷൻ ആണ്. യഥാർത്ഥത്തിലുള്ള ഒരു എന്താ പറയാ ശരിയായ രീതിയിലുള്ള ഡോക്യുമെന്റേഷൻ ആണ് ഈ പേഷ്യൻസിന് കൊടുക്കുന്ന കെയറുകൾ. അപ്പൊ ഈ പേഷ്യൻസിന്റെ റെക്കോർഡുകൾ എന്തുവരും, ഇതൊരു എന്താ പറയാ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൂളായി മാറും പല കാര്യങ്ങൾക്കും. അതായത് ഓരോ സ്ഥലത്ത് നിന്ന് ഇപ്പൊ ഹോസ്പിറ്റൽസിൽ തന്നെ പ്രൊവൈഡേഴ്സ് എന്ന വാക്ക് അവിടെ കൊടുക്കുന്നുണ്ട്. അതായത് ആ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ആ റെക്കോർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അത് പല സ്ഥലങ്ങളിൽ നിന്നാകും. ഇപ്പൊ ഞാൻ ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ പോയിരിക്കുന്നത് അവിടെയൊക്കെ അതിനെ കുറിച്ചൊരു ഡോക്യുമെന്റുകൾ റെക്കോർഡ്സ് ഉണ്ടായിരിക്കും അല്ലെ. അത് പ്രൊവൈഡ് ചെയ്യുന്നവർക്ക് അവരുടെ ഒരു ക്രിട്ടിക്കൽ ടൂൾ ആയിട്ട് ഉപയോഗിക്കാം അല്ലെ. നമ്മളുമായിട്ട് കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടിയിട്ടുണ്ട് ക്രിട്ടിക്കൽ ഒരു ഉപകരണമാണ്, ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഉപകരണമായിട്ട് ഈ പേഷ്യന്റ് കെയറിന്റെ റെക്കോർഡ്സ് ഒക്കെ മാറുന്നു. പിന്നെ കമ്മ്യൂണിക്കേഷൻസ് ആണ്. പേഷ്യൻസ് റെക്കോർഡ്സ് ആർ ഓൾസോ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. അതായത് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഒരു മീൻസ് എന്ന് പറഞ്ഞാൽ ഒരു മാർഗമാണ്, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാർഗമാണ് ഇത്. ഇതിന് ഫിസിഷ്യൻസ് അതുപോലെ ഈ ഫിസിഷ്യൻസ് ആയിക്കോട്ടെ നഴ്സസ് ആയിക്കോട്ടെ മറ്റ് ആരെങ്കിലും ആയിക്കോട്ടെ ആ ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ അക്രോസ് ഓർഗനൈസേഷന്റെ പുറത്തേക്കും they can communicate that details or informations about the patient's record. പേഷ്യൻസിന്റെ റെക്കോർഡ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെ. ഈ വിത്ത് ദ കൺസെന്റ്, അതായത് സമ്മതത്തോടുകൂടി. നമ്മൾ മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ ഡിപ്ലോമയിൽ പഠിച്ചിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞതാ അവിടെ ചില റെക്കോർഡ്സ് ഹാസ് ടു ബി ഡിസ്ക്ലോസ്ഡ് ഓർ കമ്മ്യൂണിക്കേറ്റഡ് ടു അതേഴ്സ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെൻഷൻ ചെയ്തിരിക്കുന്ന ആളുകൾക്ക് അത്തരം റെക്കോർഡ്സ് കൈമാറണമെങ്കിൽ there should be some consent from the പേഷ്യൻസിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രം ദാറ്റ് ബൈസ്റ്റാൻഡേഴ്സ് ഓർ റിലേറ്റീവ്സ്, അവരുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ ബൈസ്റ്റാൻഡേഴ്സ് ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഒരു കൺസെന്റ് തീർച്ചയായും വിത്ത് സിഗ്നേച്ചർ അല്ലെ. സമ്മതത്തോടുകൂടി അവരുടെ സിഗ്നേച്ചറോട് കൂടി ഒരു സമ്മതം വേണം ഇന്ന സ്ഥലത്തേക്ക് നിങ്ങളുടെ ഇത് കൊടുക്കേണ്ടത്. ചിലപ്പോൾ അതിന്റെ ബേസിസിൽ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യാനും, അതായത് നമ്മളുടെ ഈ റെക്കോർഡ്സ് ഓരോ പേഷ്യൻസിന്റെ ചിലപ്പോൾ പുതിയ അസുഖങ്ങളൊക്കെ ആണല്ലോ ഇന്നത്തെ കാലത്ത് കണ്ടുവരുന്നത്. അപ്പൊ ആ അസുഖങ്ങൾക്ക് എന്തൊക്കെ മരുന്ന് ട്രീറ്റ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ മരുന്നുകൾ കൊടുക്കുന്നുണ്ട്, എന്തൊക്കെ പ്രിക്കോഷൻസ് അവർക്ക് അത്തരം കാര്യങ്ങൾ ഇപ്പൊ ചിലപ്പോൾ സ്പ്രെഡിങ് ആയിട്ടുള്ള കണ്ടാമിനേറ്റ് ചെയ്യുന്ന ചില അസുഖങ്ങളൊക്കെ ആയിരിക്കാം. സോ ടു പ്രിവെന്റ് ദാറ്റ് കണ്ടാമിനേഷൻ, അത്തരം രോഗവ്യാപനമൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം എന്നുള്ളത് ആ ഇൻഫോർമേഷൻസിനകത്ത് ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. സോ ഫോർ ഫർദർ സ്റ്റഡീസ് ഓർ റിസർച്ചിന് വേണ്ടിയോ ഭാവിയിലുള്ള പഠനങ്ങൾക്ക് വേണ്ടിയോ ഇവർക്ക് ഇതൊക്കെ ഉപയോഗിക്കാം. മറ്റാളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നമ്മുടെ ഹോസ്പിറ്റൽസിൽ മാത്രമല്ല, ഇങ്ങനെ ഒരു റയർ കേസിലുള്ള ചില അസുഖങ്ങൾ വരാം. പല സ്ഥലങ്ങളിലും ഇതുവരെയും കേട്ടുകേൾവി പോലും ഇല്ലാത്ത പുതിയ രോഗങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അത് മറ്റുള്ളവരും അറിയണം, അവർക്ക് അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കണം, അത് വരാതിരിക്കാൻ. ചില രോഗങ്ങളൊക്കെ പടർന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അതും നമ്മളുടെ കോവിഡ് പോലെയുള്ള അസുഖം വന്നു കഴിഞ്ഞപ്പോ അതൊരു ചെറിയ ഒരു ഫാമിലിയിലോ മാത്രം ഒതുങ്ങിയില്ല, ഒരു ചെറിയ കമ്മ്യൂണിറ്റിയിൽ മാത്രം ഒതുങ്ങിയില്ല, ഒരു സൊസൈറ്റിയിൽ മാത്രം ഒതുങ്ങിയില്ല, ഒരു സ്റ്റേറ്റിൽ മാത്രം ഒതുങ്ങിയില്ല അല്ലെ. അറൌണ്ട് ദ വേൾഡിൽ അത് വ്യാപിച്ചു എന്നുള്ളതാണ്. അപ്പൊ എവിടെയൊക്കെ ആളുകൾ ഇതുമായിട്ട് പോകുന്നുണ്ടോ അതിന്റെ ചെറിയ ആ ഒരു എന്താ പറയാ കണങ്ങൾ അത് പല സ്ഥലങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്യുകയും അതുകൊണ്ടുണ്ടായതാണ് അത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ നേരത്തെ കൂട്ടിയ പ്രിക്കോഷനൊക്കെ വേണ്ടിയിട്ട് ഇത്തരം റെക്കോർഡ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഒരു ലീഗൽ ഡോക്യുമെന്റ് ആയിട്ടും നമ്മളുടെ പേഷ്യൻസിന്റെ റെക്കോർഡ്, പേഷ്യൻസിന്റെ റെക്കോർഡിന്റെ പർപ്പസ്, ലക്ഷ്യങ്ങളാണ് ഈ പോയിന്റുകളായിട്ട് പറഞ്ഞേക്കണേ. ക്ലിയർ ആണല്ലോ അല്ലെ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാ ലീഗൽ ഡോക്യുമെന്റേഷന് വേണ്ടിയിട്ട് അല്ലെ. പല നമുക്കറിയാം ഹോസ്പിറ്റൽസിലൊക്കെ പോകുമ്പോ പല കാര്യങ്ങൾക്കും ചിലപ്പോ മനുഷ്യന്മാരാണ്, എത്ര വന്നാലും നമുക്കറിയാം നമ്മൾ എത്ര കെയർഫുൾ ആയിട്ട് ഡോക്ടേഴ്സ് ആണെങ്കിലും ഓരോ കാര്യം ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആണ് അവര് എല്ലാവരും. അതായത് നമുക്കറിയാം ഒരു പേഷ്യന്റിനെ നമ്മൾ സമീപിക്കുമ്പോൾ മറ്റ് ഏതെങ്കിലും പ്രോഡക്റ്റുകൾ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്ന അത്രയും ലാഘവത്തോടെ ചെയ്യാൻ പറ്റില്ല. സോ ദേ ടേക്ക് മച്ച് കെയർ. തീർച്ചയായിട്ടും നല്ല കെയർ എടുത്തിട്ടാണ് ഓരോ പേഷ്യൻസിനും അവർ ട്രീറ്റ് ചെയ്യുന്നത്, മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ആയാലും നടത്തുന്നത് എല്ലാം. പക്ഷെ ചില സമയത്ത് എന്തുണ്ടാവാറുണ്ട്, റെയർ കേസസിൽ സം മിസ്റ്റേക്സ് മേ ഹാപ്പൻ അല്ലെ. ചില തെറ്റുകൾ ഇതൊക്കെ വരാറുണ്ട്. അത് മനുഷ്യന്റെ എന്താ പറയുക ചില നേരം അല്ലെ, ചില അബദ്ധങ്ങൾ ചിലപ്പോൾ ആർക്കും സംഭവിക്കും. സോ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഓൾ ദ തിങ്സ് whatever the patients have to be given, എന്തൊക്കെ മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്, എന്തൊക്കെ സർജറീസ് കൊടുക്കുന്നുണ്ട്, ഇതെല്ലാം കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാം. ആ റെക്കോർഡ് പ്രകാരമാണ് ഇതെല്ലാം ഇവർക്ക് ചെയ്യുന്നത് അല്ലെ. ആദ്യം ഇതൊക്കെ റെക്കോർഡ് ചെയ്യാനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു ഫിസിഷ്യന്റെ അടുത്ത് നമ്മൾ
ചെല്ലുന്നു. നമുക്ക് ആദ്യം തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ പറയും അല്ലെ, ചുമയുണ്ട്, പനിയുണ്ട് എന്നൊക്കെ പറയുന്നു, ചുമയുണ്ട് അതൊക്കെ. അപ്പൊ ഇതൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് ഡോക്ടേഴ്സ് ആദ്യം തന്നെ മരുന്നുകൾ അവര് നമ്മൾ പറഞ്ഞു കേൾക്കുന്ന നമ്മളുടെ സിംറ്റംസ് കൂടി ആലോചിക്കും അവര് അല്ലെ, എന്ത് ലക്ഷണങ്ങളൊക്കെയാണ്, എപ്പോ തുടങ്ങി എന്നൊക്കെ ചോദിക്കാറുണ്ട് അവര്. കുറെ നാളുകളായിട്ട് തുടങ്ങിയതാണോ, ഇപ്പൊ തുടങ്ങിയതാണോ, ഇന്നലെ തുടങ്ങിയതാണോ പനി, ഇതൊക്കെ നമ്മളോട് ചോദിച്ചറിയും അവര്. അപ്പൊ ഇതൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ സമയത്തൊക്കെ ഇവര് അത് ശ്രദ്ധിക്കുകയും അതപ്പൊ തന്നെ അതെന്ത് ചെയ്യുന്നുണ്ട്, ആ സിംറ്റംസ് ഒക്കെ കേട്ടതിന് ശേഷമാണ് അവരെന്ത് ചെയ്യാൻ മരുന്ന് കുറിക്കും. ഇത് കുറിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫാർമസിയിൽ പോയിട്ട് അത് കളക്ട് ചെയ്യുന്നത്. അപ്പൊ റെക്കോർഡ്സ് ആ പേഷ്യൻസിന് കൊടുക്കേണ്ട ചില കാര്യങ്ങളാണ് റെക്കോർഡ്സിൽ വരുന്നത്. സോ ദീസ് റെക്കോർഡ്സ് ക്യാൻ ബി യൂസ്ഡ് ആസ് ലീഗൽ ഡോക്യുമെന്റ്സ് അല്ലെ, അതായത് ഒരു സോഴ്സ് ഡോക്യുമെന്റ് ആണ്, ഒരു പ്രൈമറി എവിഡൻസ് ആണ് നമുക്ക് പറയാം അല്ലെ. ലീഗൽ കേസസ് ഒക്കെ വരും, കാരണം നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോഴൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഏറ്റവും നല്ല രീതിയിൽ അത് കറക്റ്റ് ആയിട്ട് ഡോക്യുമെന്റ് ചെയ്താൽ ഫർദർ ഇഷ്യൂസിനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പൊ കൃത്യമായി റെക്കോർഡ് ചെയ്യും ഇന്നതൊക്കെ ഞങ്ങൾ കൊടുത്ത ട്രീറ്റ്മെന്റ്. ചില ആളുകൾ ഹോസ്പിറ്റൽസിലേക്ക് പേഷ്യൻസിനെ കയറ്റി ചില മരുന്നൊക്കെ മറ്റൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അവരപ്പൊ തന്നെ എന്തെങ്കിലും പേഷ്യന്റിന് എന്തെങ്കിലും സംഭവിച്ചു, ചിലപ്പോൾ ആളുകളൊക്കെ കൂടി എന്താണ് ഒരു കുഴപ്പമില്ലാതിരുന്ന അത്രയും വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത ആളെയാണ് നമ്മൾ കയറ്റിയത്, പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു, ഈവൻ ഡെത്ത് വരെ സംഭവിക്കുന്ന ചില കേസസ് ഉണ്ട് അല്ലെ. അപ്പൊ ആളുകൾക്ക് അവരൊക്കെ അന്നേരം എന്താ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ്, ആളുകൾ ഒച്ചപ്പാട് ബഹളമൊക്കെ എടുത്തിട്ട് ഹോസ്പിറ്റൽ അതോറിറ്റീസിന്റെ നേരെയൊക്കെ തിരിയും അല്ലെ. അവര് കാര്യമോ കാരണങ്ങളോ ഒന്നും ചിലപ്പോൾ തിരക്കിയൊന്നുമല്ല. സോ കാരണമുണ്ട്, അത് അവരുടെ ഒരു എന്താ പറയാ പ്രിയപ്പെട്ട ആരെങ്കിലും മരിച്ചത് കൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്, അങ്ങനെ നടത്തുന്നത്. പക്ഷെ അവര് അപ്പൊ ഈ പറയുന്ന റെക്കോർഡ്സിൽ ഇതെല്ലാം ക്ലിയർ ആണെങ്കിൽ നമ്മൾ ഫർദർ ഏതെങ്കിലും തരത്തില് നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റുകളോ അത് കോർട്ടിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അതിനൊരു പ്രൈമറി എവിഡൻസ് ആയിട്ട് വി ക്യാൻ ഷോ ദാറ്റ് ലീഗൽ ഡോക്യുമെന്റ്സ് ഓഫ് പേഷ്യൻസ് ഈ ലീഗൽ ഡോക്യുമെന്റുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റും അല്ലെ. പിന്നെ റിസർച്ച് ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ്, റിസർച്ച് നടത്തുന്നു. പേഷ്യൻസിന്റെ റെക്കോർഡ്സ് പ്രകാരമാണ് പല റിസർച്ചുകള് പല പഠനങ്ങള് നടത്താം. അതിന് വേണ്ടിയിട്ട് മെഡിക്കൽ സെന്റേഴ്സ് ആണ് കൂടുതലും റിസർച്ചുകൾ നടത്തുന്നത്. നമ്മുടെ സാധാ ലോക്കൽ ഹോസ്പിറ്റൽസ് ഒക്കെ എന്ത് ചെയ്യുന്നു, പല തരത്തിലുള്ള സ്റ്റഡീസ് ആർ കണ്ടക്ടഡ്, അവിടെ ഒക്കെ നടത്തുന്ന പല പഠനങ്ങളാണ്. പഠനങ്ങളെക്കാൾ ഉപരി അതിനേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് റിസർച്ചസ്. ചില രോഗങ്ങൾ, പുതിയ രോഗങ്ങൾ വരുമ്പോ അതിന് മരുന്നുകൾ കണ്ടുപിടിക്കണം, അത് റിസർച്ച് നടത്തിയാൽ കണ്ടുപിടിക്കുക അല്ലെ. അപ്പൊ ചില കാര്യങ്ങൾക്ക് അങ്ങനെ മരുന്നുകൾ കണ്ടുപിടിക്കണം, അതിന് മരുന്നുകൾ കൊടുക്കുന്നത് മാത്രമല്ല ഇനി അങ്ങനത്തെ ഇനി ആർക്കെങ്കിലും വരാതിരിക്കാനുള്ള പ്രിവെൻഷൻ പ്രിക്കോഷൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, മരുന്ന് കണ്ടുപിടിക്കണം. അതൊക്കെ റിസർച്ചിലൂടെയാണ് ആളുകൾ നടത്തുന്നത്. റിസർച്ച് നടത്തി കണ്ടുപിടിച്ച് ടെസ്റ്റ് ചെയ്ത് അല്ലെ, ലാബ് ടെസ്റ്റുകളൊക്കെ നടത്തി വെദർ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓർ നോട്ട്, ആ മരുന്ന് ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ കണ്ടുപിടിച്ചതിന്റെ റിസൾട്ട് ഒക്കെ നോക്കി. അപ്പൊ അതിനൊക്കെ റിസർച്ചസ് ആൻഡ് സ്റ്റഡീസ് ഹാവ് ടു ബി കണ്ടക്ടഡ്. ഇറ്റ് ഈസ് ഓൾസോ ബേസ്ഡ് ഓൺ ദ പേഷ്യന്റ് റെക്കോർഡ്സ്. ഇതെല്ലാം നടത്തുന്നത് എവിടുന്നാണ്, പേഷ്യൻസിന്റെ റെക്കോർഡുകളിൽ നിന്നാണ്. പിന്നെ ബില്ലിംഗ് ആൻഡ് റീഇംബേഴ്സ്മെന്റ്, ബില്ലിംഗ് പർപ്പസിന് വേണ്ടി പേഷ്യൻസിന്റെ റെക്കോർഡ്സ് പ്രകാരമാണ് തീർച്ചയായിട്ടും ബില്ലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് അനദർ ഇമ്പോർട്ടന്റ് തിങ്, ഇൻഷുറൻസ് ഉള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസീസ് ഒക്കെ ഉള്ള ആളുകളുടെ ബിൽ പേയ്മെന്റുകൾ ഈസ് ബേസ്ഡ് ഓൺ ദ പേഷ്യന്റ് റെക്കോർഡ്സ് അല്ലെ. ബില്ലിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ആ റെക്കോർഡുകൾ കാണിക്കണം. ഇൻഷുറൻസ് നമ്മളാണെങ്കിൽ ഇത്ര ബില്ല്, ചിലപ്പോൾ ചിലരൊന്നും ബില്ലൊന്നും വായിക്കില്ല, വേഗം പേ ചെയ്ത് വേഗം പോകാം, ഓക്കെ ഇത്ര എമൗണ്ട് ആണെന്ന് പറയുന്നു, കേൾക്കുന്നു, പോരുന്നു. പക്ഷെ ഈ ഇൻഷുറൻസ് പർപ്പസിനാണെങ്കിൽ തീർച്ചയായിട്ടും the bill should be submitted അല്ലെ. ആ ഒരു ബിൽ എമൗണ്ട് നമുക്ക് എമൗണ്ട് കിട്ടണമെങ്കിൽ, റീംബേഴ്സ് ചെയ്യണമെങ്കിൽ, അത് തിരിച്ചടയ്ക്കണമെങ്കിൽ, കമ്പനി നമുക്ക് തിരിച്ചു തരണമെങ്കിൽ ഷുഡ് പ്രൊവൈഡ് ദാറ്റ് ഓർ സബ്മിറ്റ് ദാറ്റ് റെക്കോർഡ്സ്. അതിന്റെ റെക്കോർഡ്സും ബില്ലുകളും ഒക്കെ തീർച്ചയായിട്ടും കൃത്യമായിട്ട് കൊടുത്താൽ മാത്രമേ അതെല്ലാം അവർക്ക് റീംബേഴ്സ് ചെയ്ത് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അത് പിന്നെ പോപ്പുലേഷൻ ഹെൽത്ത് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇൻഫോർമേഷൻ അതും ഇതുപോലെ തന്നെ പേഷ്യൻസിന്റെ റെക്കോർഡ്സ് മോണിറ്റർ ചെയ്തിട്ട്, അതായത് അസസ് ചെയ്തിട്ട് പോപ്പുലേഷന്റെ എന്ന് വെച്ചാൽ പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി, അതായത് അവരുടെ എന്താ പറയാ ചില രോഗങ്ങളൊക്കെ ചില സമയത്തൊക്കെ വരുന്നതാണ്. ഇപ്പൊ നമുക്കറിയാം മഴക്കാലമൊക്കെ വരുമ്പോ പനിയും ഇതൊക്കെ കുറെയൊക്കെ ഇങ്ങനെ പൊട്ടി മുളക്കി അവിടെ നിന്ന് വന്നൊക്കെ അങ്ങനെ സ്പ്രെഡ് ആകും പലതരത്തിലുള്ള പനിയൊക്കെ ആയിട്ട്. അപ്പൊ ചില പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടി പൊതുജനങ്ങളുടെ ഒരു എന്താ പറയാ ഒരു അവരുടെ അറിവിലേക്ക് ഒരു ഇൻഫോർമേഷൻസ് ആയിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോപ്പുലേഷൻ ഹെൽത്ത്, അതായത് പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നേരത്തെയുള്ള പഠനങ്ങളിൽ നിന്ന് റെക്കോർഡ്സ് നോക്കിയിട്ടായിരിക്കും ഇന്ന കാലഘട്ടത്തിലേക്ക് ഇന്ന അസുഖങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വ്യാപകമായിട്ടൊക്കെ വരുന്നുണ്ട്. സോ വി ഹാവ് ടു ടേക്ക് സം പ്രിക്കോഷൻസ്. അത് മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഹാവ് ടു ടേക്ക് സം ട്രീറ്റ്മെന്റ്, അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ട്രീറ്റ്മെന്റ് എടുക്കാം എന്ന് പൊതുജനങ്ങൾക്ക് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും പേഷ്യൻസ് റെക്കോർഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പബ്ലിക്
ഹെൽത്ത് തന്നെയാണ് ഏകദേശം ഫെഡറൽ സ്റ്റേറ്റ് പബ്ലിക്കുകളൊക്കെ എൻഷുർ അത് അവര് ഉറപ്പുവരുത്തുന്നത് സിറ്റിസൺസ് ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം എനി അൺഹെൽത്തി കണ്ടീഷൻസ്. ഏത് അനാരോഗ്യകരമായിട്ടുള്ള അവസ്ഥകളിൽ നിന്നും പബ്ലിക്കിനെ പൊതുജനങ്ങളെ നമ്മൾ സംരക്ഷിക്കണം. അതിനു വേണ്ടിയിട്ടും റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ട്. അത് സംസ്ഥാനത്തിലും അതുപോലെ ഫെഡറൽ ആയിട്ടുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണത്. അപ്പൊ ഇതൊക്കെ നമ്മളുടെ പേഷ്യൻസ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട പർപ്പസ് ലക്ഷ്യങ്ങളാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പേഷ്യന്റ് റെക്കോർഡ്സ് ആസ് ലീഗൽ ഡോക്യുമെന്റ്സ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതില് കുറച്ച് കാര്യങ്ങൾ നമ്മൾ എടുത്തു പറഞ്ഞതിൽ ഒരു പോയിന്റ് ആയിരുന്നു പേഷ്യൻസിന്റെ റെക്കോർഡുകൾ ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണെന്ന്. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞു പോയ ഒരു കാര്യമായിരുന്നു അല്ലെ, ഒരു ലീഗൽ ഡോക്യുമെന്റ് ആയിട്ടും പേഷ്യൻസ് റെക്കോർഡ് ക്യാൻ ബി യൂസ്ഡ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെയാണ് പേഷ്യൻസിന്റെ റെക്കോർഡ്സ് എങ്ങനെ ലീഗൽ ഡോക്യുമെന്റുകളായിട്ട് മാറുന്നു? നമുക്കറിയാം, മെയിൻ പർപ്പസ് ഓഫ് മെയിൻറ്റെയിനിങ് പേഷ്യന്റ് റെക്കോർഡ്സ് ഓർ കംപ്ലീറ്റ് ആൻഡ് അക്യുറേറ്റ് പേഷ്യൻസ് റെക്കോർഡ്, പേഷ്യന്റിന്റെ പൂർണ്ണമായ അതുപോലെ തന്നെ വളരെ എന്താ പറയാ ശരിയായിട്ടുള്ള പേഷ്യന്റ് റെക്കോർഡുകൾ എന്താ പറയാ നമ്മൾ നേരത്തെ കൂട്ടി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്താ പറയാ അതിന്റെ ആ ഒരു പ്രാധാന്യം ഒരിക്കലും നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടുള്ളതല്ല എന്നാണ്. എന്ന് വെച്ചാൽ വില കുറച്ച് കാണണ്ടാന്ന്, പേഷ്യൻസിന്റെ റെക്കോർഡൊക്കെ വെക്കണോ വേണ്ടേ, അതിന് നമ്മൾ ഒട്ടും വില കുറച്ച് കാണരുത്. അത് വളരെയധികം വിലപിടിപ്പുള്ള ഒരു കാര്യമാണ് പേഷ്യൻസിന്റെ റെക്കോർഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതാണ് ആ സെന്റൻസ് കൊടുത്തിരിക്കുന്നത്, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടാന്ന്. ആ സെന്റൻസിന്റെ മീനിങ് മനസ്സിലായോ? ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാനുള്ളതാ, അണ്ടർലൈൻ ചെയ്യാം. ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചോദിക്കാം. പേഷ്യൻസിന്റെ റെക്കോർഡ്സ് ലീഗൽ ഡോക്യുമെന്റ് ആണ് എന്നുള്ളതിന്റെ ഏറ്റവും ആദ്യത്തെ സെന്റൻസ് ഇതാണ്. ദ ഇമ്പോർട്ടൻസ് ഓഫ് മെയിൻറ്റെയിനിങ് അക്യുറേറ്റ് ആൻഡ് കംപ്ലീറ്റ് പേഷ്യന്റ് റെക്കോർഡ്സ് കനോട്ട് ബി അണ്ടർ എസ്റ്റിമേറ്റഡ്. പേഷ്യൻസിന്റെ റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിന്റെ പ്രാധാന്യം, അത് പേഷ്യന്റിന്റെ വെറും റെക്കോർഡല്ല, കൃത്യമായ കംപ്ലീറ്റ് ആയിട്ടുള്ളതുമായ റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ പ്രാധാന്യം ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിനെ കുറിച്ച് കാണാൻ പാടില്ല. കാരണം പേഷ്യൻസിന്റെ കെയർ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ പേഷ്യൻസ് റെക്കോർഡ്. പേഷ്യന്റിന്റെ റെക്കോർഡുകൾ പ്രകാരം തന്നെയാണ് പേഷ്യൻസിന് കൊടുക്കേണ്ട കെയറിനെ കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, അല്ലേ? അങ്ങനെയല്ലേ? അപ്പൊ നേരത്തെ തൊട്ട് മുന്നിൽ ഞാനൊരു സെന്റൻസ് പറഞ്ഞിരുന്നു, നമ്മൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ ആദ്യം തന്നെ നമ്മളുടെ വിശദ വിവരങ്ങളൊക്കെ കേട്ടിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, മരുന്നുകളൊക്കെ കുറിക്കും അല്ലെ, മരുന്നുകളൊക്കെ എഴുതും. അതുപോലെ തന്നെ ഇനി ബ്ലഡ് ടെസ്റ്റ് ചെയ്യണോ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് പറയും. യൂറിൻ ടെസ്റ്റ് ചെയ്യണോ, അങ്ങനെയാണെങ്കിൽ അത് എഴുതും. ലാബിൽ ഇന്ന ടെസ്റ്റ് അങ്ങനെ ഇങ്ങനെ എക്സ്റേ എന്നൊക്കെ പറഞ്ഞ് അത് അവർ ആദ്യം തന്നെ എഴുതി വെക്കും അല്ലെ. ആ എഴുതി വെക്കുന്നതിന്റെ അടിസ്ഥാനത്തില് ആ റെക്കോർഡാണ് പേഷ്യന്റിന്റെ കെയറിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല അതിനകത്ത്, ഓൾസോ ഇറ്റ് ഈസ് ഓൾസോ സെർവ് ആസ് എ ലീഗൽ ഡോക്യുമെന്റ്. ഇനി അത് പേഷ്യന്റിന് കെയർ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോട് മാത്രമല്ല നമ്മൾ പേഷ്യൻസിന്റെ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ ഇതിന് കൂടി വേണ്ടിയിട്ടാണ് ലീഗൽ ഡോക്യുമെന്റ് കൂടി ആയിട്ടാണ്. അപ്പൊ അതൊരു അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ലീഗൽ ഡോക്യുമെന്റ് ആണ്. ഇപ്പൊ ആ മരുന്നുകളൊക്കെ എഴുതി കുറിച്ചു, അത് നമ്മൾ ഫാർമസിയിൽ നിന്ന് വാങ്ങിച്ചു, നമ്മൾ കൊണ്ടുപോയി കഴിച്ചു. ഇപ്പൊ പേഷ്യൻസിന് എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ വീണ്ടും ആശുപത്രി കൊണ്ടുപോയി ഇന്ന് മരുന്ന് കഴിച്ചിട്ട് ചില ആളുകൾക്ക് അലർജിക് ആണ്, ചില മരുന്നുകളോട് റിയാക്ട് ചെയ്യും. അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള ബോഡിക്ക് അതിനെന്ത് ചെയ്യും, റിയാക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ അലർജി മൂലം പല കാര്യങ്ങളും വരാറുണ്ട് ആളുകൾക്ക് അല്ലെ. അപ്പൊ പേടിയോ, നമുക്കറിയില്ല എന്താണ് സംഭവിക്കുക എന്നൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ ഈ എഴുതിയിരിക്കുന്ന മരുന്നുകൾ നോക്കും, അപ്പൊ ടെസ്റ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്ന മരുന്നുകൾ തന്നെയാണ് ഓൾറെഡി. പക്ഷെ നമ്മുടെ ശരീരത്തിൽ തന്നെ ചില കണ്ടന്റുകൾ ചില സാധനങ്ങളോട് എന്ത് ചെയ്യില്ല, അത് ചേർന്ന് പോകില്ല. ഇറ്റ് വിൽ റിയാക്ട് അക്കോർഡിംഗ് ടു, അത് അതിനോട് പ്രതികരിക്കും. നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് കേട്ട ഒരു വാർത്തയാണ്, പെൺകുട്ടി എന്താ പറയാ നമ്മുടെ സാധനം പേര് ഓർമ്മയില്ല, ആ പൂവ് ഇങ്ങനെ കഴിച്ചിട്ട് മരിച്ചുപോയില്ലേ, എയർപോർട്ടിലേക്ക് വിദേശത്തേക്ക് പോകാനായിട്ട്. അപ്പൊ എയർപോർട്ടിൽ വെച്ചിട്ട് ആ കുട്ടി അത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ അത് എടുത്ത് കഴിച്ചു. ഓർമ്മയുണ്ടോ? അരളിപ്പൂവാണ് കഴിച്ചത്. പക്ഷെ വെറുതെ ഒരു അരളിപ്പൂവ് കഴിച്ചാൽ നമുക്ക് അതുകൊണ്ട് ഡെത്ത് വരെ സംഭവിക്കണം എന്നൊന്നുമില്ല. അരളിപ്പൂവ് ഇഷ്ടം പോലെ നമ്മളിപ്പോ നമ്മുടെ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ നിറച്ച് ഇഷ്ടം പോലെ ഇങ്ങനെ അരളി പല കളേഴ്സിൽ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയില്ല, നമ്മൾ അറിയാതൊക്കെ എടുത്ത് വയലിൽ വെച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ചില ആളുകളുടെ ശരീരത്തിൽ ചില കാര്യങ്ങളുടെ കണ്ടന്റുകൾ മറ്റൊന്നുമായിട്ട് ചിലപ്പോൾ ചേർന്ന് പോകില്ല. അത് അതിനനുസരിച്ച് റിയാക്ട് ചെയ്യും അല്ലെ, പ്രതിരോധിക്കും. അപ്പൊ
അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ ആയിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുക. അല്ലാതെ ഇത് മാത്രം പണ്ടൊക്കെ അമ്പലത്തിലൊക്കെ പൂജിക്കാനായിട്ടൊക്കെ മാല കെട്ടാനും ഒക്കെ ഈ പൂവൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ഉപയോഗിച്ചിരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കണമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എങ്കിലും ഇത് അപ്പൊ മാത്രമല്ല ഇങ്ങനെ പറഞ്ഞ എന്താ പറയാ പൂജിക്കാനൊക്കെ ഉപയോഗിക്കും. ആ പൂജാ വസ്തുക്കൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോരുന്നുണ്ട്, അത് കഴിക്കുന്നുണ്ട്. അതിന്റെ ഇടയിലൊക്കെ അത് വീഴണ്ടോന്ന് പോലും ചെമ്പരത്തിപ്പൂവ്, അതുപോലെ തന്നെ ചെമ്പരത്തിയല്ല ചെത്തിപ്പൂവ്, തുളസി, ഇതൊക്കെ ഇതിന്റെയൊക്കെ ചെറിയ ചെറിയ പൂക്കളും ഇലകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ അവരൊക്കെ അവരെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം, നമ്മൾ ശ്രദ്ധിക്കാറൊന്നുമില്ല. ചിലരത് പോലും മാറ്റിക്കളയാതെ അങ്ങനെ തന്നെ കഴിക്കും. അമ്പലത്തിൽ നിന്ന് നേദിച്ച് തന്നതാണല്ലോ അല്ലെ, അതുകൊണ്ട് തന്നെ. അപ്പൊ അന്നത്തെ കാലത്തും ഈ ആളുകൾ അത് ഉപയോഗിച്ചിരുന്നു, കഴിച്ചിരുന്നു. ഇപ്പോഴെങ്ങനെയാണെന്ന് മാറ്റം വന്നോന്നും നമുക്കറിയില്ല. ആ ഒരു ഇഷ്യൂ ഉണ്ടായതിനു ശേഷം അപ്പൊ ചില ആളുകൾക്ക് ഇതുപോലെയുള്ള റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാകാം, അതിന്റെ ഫലമായിട്ടായിരിക്കും. പക്ഷെ എന്തായാലും ഇഫ് സച്ച് ഡോക്യുമെന്റ്സ് ആർ ദർ, അക്യുറേറ്റ് ആയിട്ടുള്ള ഇത്തരം ഡോക്യുമെന്റുകൾ നമ്മുടെ എന്താ പറയാ പേഷ്യൻസിനെ സംബന്ധിക്കുന്ന എന്ത് മരുന്ന് കൊടുത്തു എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ ഉണ്ടെങ്കിൽ എന്താണ്, നമുക്ക് അതൊരു എവിഡൻസ് ആണ്. അപ്പൊ ലീഗൽ ഡോക്യുമെന്റേഷൻ പർപ്പസിനും the patient's records are used not only for the purpose of planning patient care. പേഷ്യൻസിന് കെയർ കൊടുക്കാൻ എന്തിനു വേണ്ടിയിട്ട് എന്ത് കെയറാ കൊടുക്കണ്ടേന്ന് പ്ലാൻ ചെയ്യാൻ മാത്രമല്ല ലീഗൽ ഡോക്യുമെന്റേഷൻ വേണ്ടിയും എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് പേഷ്യൻസിന്റെ ഫയലുകൾ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ റെക്കോർഡുകൾ ഇതൊരു പെർമനന്റ് റെക്കോർഡാണ്. പെർമനന്റ്. ഇതിൽ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അയ്യോ ഇത് മാറ്റി അത് വെട്ടി ഇത് ഇരുത്തി അങ്ങനെയൊന്നും പറ്റില്ല. പെർമനന്റ് റെക്കോർഡാണ്. അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടും? അവരുടെ ഡയഗ്നോസിസ്, അവരെ നടത്തിയ പരിശോധനകള്, അവർക്ക് കൊടുത്ത ട്രീറ്റ്മെന്റുകൾ, അവരുടെ റെസ്പോൺസ് ടു ട്രീറ്റ്മെന്റ്സ്, അവരെങ്ങനെയാ ട്രീറ്റ്മെന്റിന് പ്രതികരിച്ചു. ചില ആളുകൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അതിനോട് പ്രതികരിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? അസുഖം മാറില്ല, ഒട്ടും തന്നെ റെഡ്യൂസ് ആവില്ല, അല്ലെ, ക്യൂർ ആവില്ല. അപ്പൊ അങ്ങനെയാണ് അവരുടെ ട്രീറ്റ്മെന്റിനോടുള്ള പ്രതികരണം, അവരുടെ ഓരോ കേസുകൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു. ഓൾ ദീസ് തിങ്സ് ആർ in that patient's record. പേഷ്യന്റ് റെക്കോർഡിൽ ഇതൊക്കെ തന്നെയാണ് ഉണ്ടാകുക. എന്തൊക്കെയാണ്? ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റുകൾ, റെസ്പോൺസ് ടു ട്രീറ്റ്മെന്റ് ആൻഡ് ഓൾസോ കേസ് മാനേജ്മെന്റ്. അങ്ങനെ പേഷ്യന്റിന്റെ റെക്കോർഡ് ഈസ് എ സോഴ്സ് ഡാറ്റ. അതൊരു ഉറവിടമാണ്, ഡാറ്റകളുടെ ഒരു ഉറവിടമാണ്. which contains health care information. ആ ആളുടെ അല്ലെങ്കിൽ ആളുടെ മാത്രമല്ല ഏത് രോഗികളുടെ ആയാലും ഹെൽത്ത് കെയറിനെ കുറിച്ചിട്ടുള്ള കുറെ ഡാറ്റാസ് ആണ് അതിനകത്ത് ഉൾപ്പെടുക. ആൻഡ് ഇറ്റ് ഈസ് ഫോർ മെയിൻറ്റെയിനിങ് വിതിൻ, അതായത് നമ്മുടെ ഓർഗനൈസേഷൻ ഹോസ്പിറ്റലിനകത്തും അതുപോലെ അക്രോസ് ദ ഹോസ്പിറ്റലിന്റെ പുറത്തും അതൊക്കെ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറെ ഡാറ്റയുടെ ഒരു സോഴ്സ് ആണ് പേഷ്യൻസിന്റെ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിക്കണം. അതിനെ ഒട്ടും തന്നെ നമ്മൾ വില കുറച്ച് കാണാൻ പാടില്ല. റെക്കോർഡ് വിച്ച് ഈസ് റിട്ടൺ ഈസ് ലീഗൽ ഡോക്യുമെന്റ്. അങ്ങനെയുള്ള പേഷ്യൻസിന്റെ റെക്കോർഡുകൾ പേഷ്യന്റിന്റെ ഹെൽത്ത് പ്ലാൻ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ലീഗാലിറ്റിക്ക് വേണ്ടിയും നിയമപരമായിട്ടും ഉള്ള കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കേണ്ടതാണ്. അതുകൊണ്ട് അത് വളരെ വൃത്തിയായിട്ട് കീപ്പ് ചെയ്യണം. ആൻഡ് അണ്ടർലൈൻ ചെയ്യാത്ത സെന്റൻസ്, ഫസ്റ്റ് സെന്റൻസ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നുള്ള ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ അടുത്ത സെന്റൻസും they serve not only as the basis for planning patient care. പേഷ്യന്റിന്റെ കെയർ പ്ലാൻ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, but also ചേർത്തേക്കണേ, as a legal record documenting the care that was provided to the patients. പേഷ്യൻസിന് കൊടുത്തിരിക്കുന്ന കെയറുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിന്റെ ഒരു ലീഗൽ ഡോക്യുമെന്റിംഗ് പർപ്പസിന് വേണ്ടിയും ആ ഒരു പേഷ്യന്റ് റെക്കോർഡ് സൂക്ഷിക്കുന്നുണ്ട്. രണ്ട് സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. Okay, and the third sentence, patient's record provide much source for data for health care information. ആ പാരഗ്രാഫിലെ ലാസ്റ്റ് സെന്റൻസ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. പഠിക്കോ? ഓക്കെ, വായിച്ചു നോക്കണോ? വായിച്ചു നോക്കണമെങ്കിൽ ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കാം. രണ്ടാമത് എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട് എല്ലാ സെന്റൻസും ഒന്നുകൂടി പറയണോ? ഏതാ മാർക്ക് ചെയ്യേണ്ടതാണോ? ഒന്നാമത്തെ സെന്റൻസും രണ്ടാമത്തെ സെന്റൻസും. ഓക്കെ, പിന്നെ ലാസ്റ്റ് സെന്റൻസ്, പേഷ്യന്റ് റെക്കോർഡ്സ് പ്രൊവൈഡ് മച്ച് ഓഫ് ദ സോഴ്സ് ഡാറ്റ. 3 സെന്റൻസ് ആണ് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത് നിഷ. ഇനി ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി പണ്ടും ഈ റെക്കോർഡുകൾ ഈ അടുത്ത കാലങ്ങളിലാണോ ഇങ്ങനെ റെക്കോർഡുകളായിട്ട് സൂക്ഷിക്കുന്നത്? അല്ല, പണ്ട് പേപ്പർ, ഒരു എന്താ പറയാ, ഫുൾ പേപ്പർ ഹൗസ് ഇതെന്നാ പറഞ്ഞേക്കണേ. എന്താ
ഒരുപാട് ഇങ്ങനെ പേപ്പർ ഫയലുകളായിട്ട് അല്ലെ, ഫോൾഡർ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി പേപ്പറുകളുടെ കെട്ടുകളായിട്ടാണ് ഹോസ്പിറ്റൽസിലും ഈ ഇത്തരം ഇൻഫോർമേഷൻ സിസ്റ്റം മാനേജ് ചെയ്തിരുന്നത്. അന്നും ലീഗൽ പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ, ലീഗാലിറ്റിക്ക് വേണ്ടിയിട്ട് ലീഗൽ ഹെൽത്ത് റെക്കോർഡുകളായിട്ട് LHR, ലീഗൽ ഹെൽത്ത് റെക്കോർഡാണ് LHR, അതിലൊക്കെ വേണ്ടിയിട്ട്, അതായത് പല കാര്യങ്ങൾക്കും സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന കണ്ടന്റുകളായിരുന്നു ഈ പേപ്പർ റെക്കോർഡ്സിലെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. അന്നും ആ റെക്കോർഡ്സ് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇന്നും അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. സാധാരണ ഈ പറയുന്ന പേഷ്യൻസിന്റെ റെക്കോർഡ്സ് അവരുടെ പേഷ്യന്റിന്റെ ഹെൽത്ത് പ്ലാൻ ചെയ്യാൻ, ഓൾസോ ഇറ്റ് ഇസ് ഓൾസോ ജനറലി അഡ്മിസിബിൾ ഇൻ എ കോർട്ട്. എന്താ കോർട്ട് എന്ന് പറഞ്ഞാൽ കോടതിയിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ട്. അതായത് എപ്പോഴെങ്കിലും ഒക്കെ ചില കേസസ് ഒക്കെ ആയിട്ട് മാറുകയാണെങ്കിൽ, ചില ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ കംപ്ലൈന്റുകളൊക്കെ കൊടുത്ത് പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് എന്തെങ്കിലും കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ അത് എന്താ പറയാ, കേസ് അഗേൻസ്റ്റ് ദ ഹോസ്പിറ്റൽസിനെതിരെ കേസുകളൊക്കെ കൊടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് സബ്കോണെ എന്ന് പറഞ്ഞിട്ട് എന്താ, സബ്കോണെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമുക്ക് സാക്ഷിയായിട്ട് ഈ സാധനം ഇങ്ങനെ നിരത്താമെന്ന്, അവിടെ ഒരു വിറ്റ്നസ് അല്ലെങ്കിൽ സാക്ഷി എന്ന് പറയുന്നത് ഈ റെക്കോർഡായിട്ട് മാറും. മനസ്സിലായോ? സബ്കോണെ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? കോടതിയിൽ നമുക്ക് സാക്ഷിയായി ഹാജരാക്കാൻ പറ്റുന്ന എവിഡൻസ്, നമ്മൾ എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് എന്ത് ട്രീറ്റ്മെന്റ് കൊടുത്തു, അപ്പൊ അതിന് പറ്റിയ ഒരു കാര്യമായിട്ട് ഒരു ഡോക്യുമെന്റ്, ലീഗൽ ഡോക്യുമെന്റേഷൻ ആയിട്ടും നമുക്കിത് സമർപ്പിക്കാൻ പറ്റും. അത് തന്നെയാണ് വീണ്ടും പറയുന്നത്. അപ്പൊ ഒരു ലീഗൽ ഹെൽത്ത് റെക്കോർഡായിട്ട് അതിനങ്ങനെയും പറയാം നമുക്ക്. അപ്പൊ അന്നത്തെ കാലത്ത് ഈ പേപ്പർ റെക്കോർഡ്സുകളൊക്കെ അങ്ങനെ സൂക്ഷിച്ചു വന്നപ്പോൾ അത് ലീഗൽ ഹെൽത്ത് റെക്കോർഡുകൾ തന്നെയായിരുന്നു. ആ രീതിയിലാണ്. ഇന്ന് അതൊക്കെ മാറി, അത്തരം പേപ്പർ ഫയലുകളൊക്കെ മാറി. അത് അങ്ങനത്തെ ഫോൾഡർ അല്ല. ഇന്ന് നമ്മൾ IT ഇൻഫോർമേഷൻ സിസ്റ്റം ഉപയോഗിച്ച് ഇതെല്ലാം കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആൻഡ് അറ്റ് എനി ടൈം എപ്പോഴൊക്കെയാണോ നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് അതൊക്കെ എടുത്ത് ഉപയോഗിക്കാം. അത് പേഷ്യൻസിന് വേണ്ടിയിട്ട് കൊടുക്കാനാണോ, മറ്റു ഓർഗനൈസേഷൻസിലേക്ക്, മറ്റു ഡോക്ടേഴ്സിന് ആ പേഷ്യന്റിന്റെ സമ്മതത്തോടെ വേറെ ഏതെങ്കിലും ഡോക്ടേഴ്സിലേക്ക് ഷെയർ ചെയ്യാനാണോ, അല്ലെങ്കിൽ കോടതിയിൽ സബ്മിറ്റ് ചെയ്യാനാണോ, ഏത് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഈ പറയുന്ന നമ്മുടെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്, അതായത് ഇന്ന് നമ്മൾ അത് എന്താ പറയാ, ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഹെൽപ്പോടുകൂടി ഇത്തരം റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് പറയുന്നതും അന്നത്തെ എന്താ പറയാ ലീഗൽ ഹെൽത്ത് റെക്കോർഡ് LHR രണ്ടും ഒന്ന് തന്നെയാണ്, സെയിം തന്നെയാണ്. പക്ഷെ ഇച്ചിരി വ്യത്യാസങ്ങൾ, കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വ്യത്യാസങ്ങളും ഈ പറയുന്ന LHRലേക്ക് കുറെ ഒരു വരമ്പ്, അതിർത്തിയൊക്കെ മാറി കടന്ന് കുറച്ചുകൂടി എന്താ പറയാ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കും ഇത്തരം റെക്കോർഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനകത്ത് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ആ LHR ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. അതിന്റെ ഷോർട്ട് ഫോം, അബ്രീവിയേഷൻ, ഫുൾ ഫോമും. ഓക്കെ, പാരഗ്രാഫിൽ നമുക്ക് അണ്ടർലൈൻ ചെയ്യാനൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഇനി പറയുന്ന കാര്യം 2013 2013 നാഷണൽ, അതിനകത്തും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കുറെ കാര്യം ഇത് തന്നെ വലിച്ചു വരികഅവർ പറഞ്ഞേക്കണേ. OMC എന്ന് പറയുന്നത് നാഷണൽ ലീഗൽ കൺസോർട്ടിയം പബ്ലിഷ്ഡ് ദ ഹെൽത്ത് റെക്കോർഡ് പോളിസി. അതായത് എല്ലാ ആളുകളും, എല്ലാ ഓർഗനൈസേഷൻസും ഹോസ്പിറ്റൽസും ഒക്കെ എല്ലാവരും ഒരു എന്താ പറയാ ലീഗൽ ആയിട്ടുള്ള ഹെൽത്ത് റെക്കോർഡുകൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോളിസി, ഒരു ഇത് എന്താ പറയാ ഒരു നയം ഉണ്ട്. ആ നയം ഫോളോ ചെയ്ത് വേണം എല്ലാവരും എന്ത് ചെയ്യാൻ, ഹെൽത്ത് റെക്കോർഡുകൾ, ലീഗൽ ഹെൽത്ത് റെക്കോർഡുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ന്. ഏതാണ് 2013 നാഷണൽ ലീവിംഗ് കൺസോർട്ടിയം പബ്ലിഷ് ലീഗൽ ഹെൽത്ത് റെക്കോർഡ്. ഈ ഹെൽത്ത് റെക്കോർഡുകൾക്ക് വേണ്ടിയിട്ട് ഒരു പോളിസി നിയമിച്ചിട്ടുണ്ട്. 2013 OMC അത് ഫോം ചെയ്തത്. ഏത് ഓർഗനൈസേഷനിൽ, ഏത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഏത് റെക്കോർഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നവരായിക്കോട്ടെ, ആ ഒരു റെക്കോർഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നവരും ഹോസ്പിറ്റൽസും ഒക്കെ ഈ പോളിസി പ്രകാരമാണ് ലീഗൽ ഹെൽത്ത് റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതിന്റെ ഒരു സൈറ്റ് അവരവിടെ കൊടുത്തിട്ടുണ്ട്. ഏത് രീതിയിലാണ് ഫോം ചെയ്യേണ്ട പോളിസി, ആ പോളിസിനെ കാണിക്കുന്ന, അത് അതിന്റെ ഒരു നയമാണ്. എങ്ങനെയാണ് എന്താ പറയാ റെക്കോർഡൊക്കെ കീപ്പ് ചെയ്യേണ്ടതെന്ന്. അതിന്റെ പ്രത്യേക ഫോർമാറ്റോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതെവിടെ കിടക്കുന്നത്, അതിന്റെ ഒരു എന്താ പറയാ ഒരു സൈറ്റ് അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. www.healthhit.gov/sites/default/files/legal health policy എന്ന് പറയുന്ന ഒരു ടെംപ്ലേറ്റ്.
ഒരു സൈറ്റ്, ആ ഒരു ഡോക്യുമെന്റുകൾ അതിനകത്ത് ഉണ്ടായിരിക്കും. എങ്ങനെയാണ് പേഷ്യൻസിന്റെ റെക്കോർഡുകളൊക്കെ ലീഗൽ കാര്യത്തിന് വേണ്ടി, നിയമപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട റെക്കോർഡുകൾ, ഹൗ ടു മെയിൻറ്റെയിൻ, ഹൗ ടു കീപ്, അത് ആ സൈറ്റിലുണ്ട്. നമ്മൾ സൈറ്റിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അത് അവരവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നു, ഇന്ന സൈറ്റിലാണ് അവിടെ എടുത്തിരിക്കുന്നതെന്ന്. അതാരാ കൊണ്ടുവന്നത്, അങ്ങനെ ഒരു നയം കൊണ്ടുവന്നത് ആരാണെന്നുള്ളത് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് സെന്റൻസ്, in 2013 the ONC's National Living Consortium published NLC published the legal health record policy എന്ന് മാത്രം മതി. അത്രയും മതി. നമുക്ക് അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ. ഇനി അതിന്റെ അടിസ്ഥാനത്തില് മോസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്സ്, അതായത് ഇങ്ങനെ ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു പേഷ്യന്റുകളുടെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുന്നതിന് നിയമപരമായിട്ടുള്ള ഒരു പോളിസി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിന്റെ സൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ആ രീതിയിലാണ് നമ്മൾ പല ഹെൽത്ത് കെയർ അവരുടെ ഹെൽത്ത് ഇൻഫോർമേഷൻസും റെക്കോർഡ്സ് ആക്കി ലീഗലി എന്താ പറയുക എവിഡൻസ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ട റെക്കോർഡ്സ് ഒക്കെ ആ ഒരു സൈറ്റ് പ്രകാരം, അവിടെ കൊടുത്തിരിക്കുന്ന സൈറ്റിൽ കൊടുത്തിരിക്കുന്ന പോളിസീസ് പ്രകാരമാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റേറ്റുകൾ, മെജോറിറ്റി ഓഫ് ദ സ്റ്റേറ്റ്സ് ആ ഒരു രീതിയിൽ ഫോളോ ചെയ്തിട്ട് തന്നെയാണ് അവരുടെ ഹെൽത്ത് കെയറിൽ അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ഈ പറയുന്ന പോളിസി പ്രകാരം ഓൾസോ മെയിൻറ്റെയിൻ ലീഗൽ നേച്ചർ ഓഫ് പേഷ്യൻസ് റെക്കോർഡ്. പേഷ്യൻസിന്റെ റെക്കോർഡുകളെല്ലാം വളരെ ലീഗൽ നേച്ചറിൽ തന്നെ, അതായത് നിയമപരമായിട്ടുള്ള ആ ഒരു സ്വഭാവ രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യും. സ്റ്റേറ്റ്സ് അങ്ങനെ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അടുത്ത പാരഗ്രാഫിൽ, കുഞ്ഞു പാരഗ്രാഫിൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അവിടെയും നമുക്ക് വേറെ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇനി പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ്സ് ആണ്. പേഴ്സണൽ ആണ്, PRSONAL എന്ന് വെച്ചാൽ എന്താ, വ്യക്തിപരമായിട്ടുള്ള ഓരോ പേഴ്സണെ സംബന്ധിക്കുന്ന ഹെൽത്ത് റെക്കോർഡുകള്. ഓക്കെ, നമുക്കറിയാം പേഷ്യൻസിന്റെ റെക്കോർഡുകൾ ഒരു എന്താ പറയാ, ഓരോ ഹോസ്പിറ്റൽസിലും ഓരോ സമയത്ത് കുറെ ആളുകൾ ചികിത്സയ്ക്കും മറ്റു കാര്യങ്ങൾക്കായിട്ട് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഓരോ ഇൻഡിവിജ്വൽസിനും, ഓരോ വ്യക്തികൾക്കും എന്തുണ്ട്, അവർക്ക് ഒരു ടൈപ്പ് ഓഫ് റെക്കോർഡുകൾ കോമൺ ആയിട്ട് സാധാരണ പൊതുവായിട്ടുള്ള രീതിയിൽ ചില പേഷ്യൻസിന്റെ റെക്കോർഡുകൾ എല്ലാവർക്കും ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള റെക്കോർഡുകൾ അത് എന്തിനു വേണ്ടിയിട്ടാ, ടു ട്രാക്ക് ദ പേഴ്സണൽ ഇൻഫോർമേഷൻ, നമ്മളുടെ വ്യക്തിപരമായ ഇൻഫോർമേഷൻസ്. ഞാൻ ആരാണ്, എനിക്ക് എത്ര വയസ്സുണ്ട്, എവിടെയാണ് വീട്ടുപേര്, എവിടെയാണ് സ്ഥലം അല്ലെ, അങ്ങനെയുള്ള പേഴ്സണൽ ആയിട്ടുള്ള കുറെ ഇൻഫോർമേഷൻസ് ഒക്കെ ഇല്ലേ. ആ ഇൻഫോർമേഷൻസിന് വേണ്ടിയിട്ട് PHR പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡുകൾ കീപ്പ് ചെയ്യുന്നു. പേഴ്സണൽ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ്, അത്രേ ഉള്ളൂ. വ്യക്തിപരമായ കാര്യമാണ്. എന്റെ പേര്, എന്റെ വയസ്സ്, എന്റെ എന്താ പറയാ വീട്, എന്റെ സ്ഥലം, ഇതൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പേഴ്സണൽ മാറ്റേഴ്സ് ആണ് അല്ലെ, വ്യക്തിപരമായിട്ടുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ്സ് ആണ്. അതൊന്നും അണ്ടർലൈൻ ചെയ്തേക്കാം ആ സെന്റൻസ്. PHR എന്ന ഷോർട്ട് ഫോം ഉണ്ട് കേട്ടോ, അബ്രിവിയേറ്റഡ് ഫോം PHR എന്നാണ്. ഇനി അതില്ലേ ആ ഒരു PHR-നെ അല്ലെങ്കിൽ പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ്സിനെ അമേരിക്കൻ ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജ്മെന്റ് അസോസിയേഷൻ, അമേരിക്കൻ ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജ്മെന്റ് അസോസിയേഷൻ AHIMA, IMA എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ മാനേജ്മെന്റ് ഇൻഫോർമേഷൻ മാനേജ്മെന്റ് അസോസിയേഷൻ ആണ്. അതിനകത്ത് AH കൂടി ഉണ്ട്. അമേരിക്കൻ ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജ്മെന്റ് അസോസിയേഷൻ എന്ന് പറയുന്നത് 2016 ഒരു PHR-നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. PHR പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിനൊരു നിർവചനം കൊടുത്തിട്ടുണ്ട്. എന്താണത്? PHR ഈസ് എ ടൂൾ, ഇതൊരു ഉപാധിയാണ്, ഇതൊരു ഉപകരണമാണെന്ന്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? ടു കളക്ട്, ടു ട്രാക്ക് ആൻഡ് ടു ഷെയർ പാസ്റ്റ് ആൻഡ് കറന്റ് ഇൻഫോർമേഷൻ അബൌട്ട് യുവർ ഹെൽത്ത് ആൻഡ് ഓർ ദ ഹെൽത്ത് ഓഫ് സംവൺ ഇൻ യുവർ കെയർ. അതായത് ഈ PHR എന്ന് പറയുന്നത് നമുക്ക് ഇതൊരു ടൂളാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ടു കളക്ട്, ടു ട്രാക്ക് ആൻഡ് ഓൾസോ ടു ഷെയർ. അതായത് നമ്മുടെ അസുഖങ്ങൾ എന്താണ്, അതെന്താണെന്ന് കളക്ട് ചെയ്യുക, അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശോധിച്ചുകൊണ്ടേ ഇരിക്കുക അല്ലെ, അതിന് വേണ്ടിയിട്ടുള്ള കെയറിങ് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ മരുന്നുകൾ കൊടുക്കുമ്പോൾ അതൊക്കെ ആ കൊടുക്കുന്ന മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ട് രോഗിയുടെ രോഗം മാറുന്നുണ്ടോ അത് ട്രാക്ക് ചെയ്യാം. ആൻഡ് ഷെയർ, ഇത് ഷെയർ ചെയ്യാം വേണ്ടവർക്ക്. ആ ഇൻഫോർമേഷൻ ചിലപ്പോ വേറെ ആർക്കെങ്കിലും ഒക്കെ പാസ് ചെയ്യേണ്ടി വരും, ഷെയർ ചെയ്യേണ്ടി വരും അല്ലെ. അത് ആ ഇൻഫോർമേഷൻ അബൌട്ട് കറന്റ്, ഇപ്പൊ ഉള്ളതും നേരത്തെ ഉള്ളതും, പാസ്റ്റ് പ്രസന്റ് എന്ന് വെച്ചാൽ നേരത്തെ ഉള്ള നമ്മളുടെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു, ഇപ്പൊ നമ്മളുടെ കണ്ടീഷൻ എങ്ങനെയാണ്. നമ്മളൊരു ഹോസ്പിറ്റലിൽ രോഗത്തിന് വേണ്ടി പോകുന്ന സമയത്ത് ഉള്ള രീതി ആയിരിക്കില്ല 2 ദിവസം കഴിയുമ്പോൾ. കാരണം എന്താ,
മരുന്ന് കഴിച്ച് കഴിയുമ്പോൾ രോഗം ഭേദമാകും. അപ്പൊ പാസ്റ്റ് കണ്ടീഷനും ആ ഒരു കറന്റ് കണ്ടീഷനും അതിന്റെ ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മുടെ ഹെൽത്തിനെ സംബന്ധിക്കുന്ന അത്ര ഇൻഫോർമേഷൻസ് നമ്മുടെ മാത്രമല്ല നമ്മുടെ കെയറിലുള്ള, നമ്മുടെ കെയർ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽസിന്റെ കെയറിലുള്ള പേഷ്യൻസിന്റെ രോഗങ്ങള്, അവരുടെ പാസ്റ്റ് ആയിട്ടുള്ള കണ്ടീഷനും പ്രസന്റ് ആയിട്ടുള്ള കണ്ടീഷൻസും അതൊക്കെ കളക്ട് ചെയ്യുക, അത് ട്രാക്ക് ചെയ്യുക, അതുപോലെ തന്നെ അത് ഷെയർ ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന ഒരു ടൂളാണ് PHR, പേഷ്യന്റ് ഹെൽത്ത് റെക്കോർഡ്സ്, പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് AHIMA ആണ് കേട്ടോ, അമേരിക്കൻ ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. അപ്പൊ ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ആദ്യത്തെ സെന്റൻസ് നമ്മൾ അണ്ടർലൈൻ ചെയ്തു. രണ്ടാമത്തെ സെന്റൻസ് എന്ന് പറയുമ്പോൾ AHIMA 2016 ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആ ഡെഫിനിഷൻ ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്യുന്നത് വരെയുള്ളത് മാർക്ക് ചെയ്യാം. ചെയ്തു. ഓക്കെ, ഇനി പറയുന്ന സെന്റൻസ് വളരെ വൃത്തിയായിട്ട് കേൾക്കണം കേട്ടോ. അപ്പൊ നമ്മള് പേഷ്യൻസിന്റെ കുറെ റെക്കോർഡുകൾ നമ്മൾ പറഞ്ഞു. EHR, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്, LHR, ലീഗൽ ഹെൽത്ത് റെക്കോർഡ് എന്നൊക്കെ പറഞ്ഞു. ഇനി പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ് അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് AHIMA ആണ്. അപ്പൊ അവര് പറയുന്നത് ഒരു ടൂളാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള, ഇത് അറിയാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു ഉപകരണം, എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയ ഉപകരണം. എന്തൊക്കെ അറിയാനാണ്? ഒരു പേഷ്യന്റിന് ഉണ്ടാകുന്ന രോഗങ്ങളുടെ വിവരങ്ങൾ കളക്ട് ചെയ്യുക, അതിനെ ട്രാക്ക് ചെയ്യുക, അതുപോലെ തന്നെ അത് ഷെയർ ചെയ്യുക. അവരുടെ ഇപ്പോഴത്തെയും പഴയമായിട്ടുള്ള കണ്ടീഷൻസ്, അവരുടെ ഹെൽത്തിനെ സംബന്ധിക്കുന്ന ഇൻഫോർമേഷൻസ് അത് എന്താ പറയാ ഷെയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഇൻഫോർമേഷൻ. അത് നമ്മുടെ ആയിക്കോട്ടെ, നമ്മൾ ആർക്ക് കെയർ കൊടുക്കുന്നോ അവരുടെ ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു ടൂളാണ് എന്ത് PHR എന്ന് പറയുന്നത്. ഇനി പറയുകയാണ് ഈ PHR എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ മറ്റ് ഹെൽത്ത് റെക്കോർഡ്, ലീഗൽ റെക്കോർഡുകളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ലീഗൽ ഹെൽത്ത് റെക്കോർഡുകളിൽ നിന്നും എല്ലാം ഒക്കെ ഒരേപോലെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഇത് നമ്മുടെ ലീഗൽ ഡോക്യുമെന്റ് ഓഫ് കെയർ ആയിട്ട് അംഗീകരിക്കപ്പെടുന്നില്ല. കാരണം എന്താ? ലീഗൽ ഡോക്യുമെന്റ് അല്ലാതെ പേഴ്സണൽ ആണ്, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, ഡീറ്റെയിൽസ് ആണ് അതിനകത്ത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ് ഒരു ലീഗൽ ഡോക്യുമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷെ അത് എന്താണ്? അവരുടെ ഹെൽത്ത് കെയറുമായിട്ട് ഡീറ്റെയിൽസ്, ഇൻഡിവിജ്വലിന്റെ ഓരോ ഇൻഡിവിജ്വൽസിന്റെയും ഹെൽത്ത് റെക്കോർഡ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും ഒക്കെ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് അതിനകത്ത് ചേർത്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും അതൊരു ലീഗൽ ഡോക്യുമെന്റ് അല്ല. അപ്പൊ ലീഗൽ ഡോക്യുമെന്റ് ആകണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു ടെംപ്ലേറ്റ് ഡോക്സിൽ കണ്ടു അല്ലെ, അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവര് അല്ലെ, ONC ആ ഫോം ചെയ്ത്, ആ ഒരു ഫോമിൽ വേണം എന്ത് ചെയ്യാനായിട്ട് പേഷ്യൻസിന്റെ റെക്കോർഡ് ഉണ്ടാക്കാൻ. അതൊരു പോളിസിയാണ്. ആ പോളിസിയിലൂടെ ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്രെയിം ചെയ്യുന്ന ഹെൽത്ത് റെക്കോർഡുകൾ മാത്രമേ വിൽ ബി കൺസിഡേർഡ് ആസ് ലീഗൽ ഡോക്യുമെന്റ്. അതർവൈസ് ഇറ്റ് വിൽ ബി എ പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡ്, അല്ലെങ്കിൽ ഇതൊക്കെ പേഴ്സണൽ റെക്കോർഡുകളായിട്ട് മാറും. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നത്. ആൻഡ് ഇനി എന്താ പറയാ, അപ്പൊ ഹെൽത്ത് പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡുകളൊന്നും ലീഗൽ റെക്കോർഡ് ഡോക്യുമെന്റ് ഓഫ് കെയർ അല്ല എന്നുള്ള സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാട്ടോ. PHR ഡിഫേഴ്സ് ഫ്രം ഹെൽത്ത് റെക്കോർഡ്. ഹെൽത്ത് റെക്കോർഡിൽ നിന്ന് വ്യത്യസ്തതയുണ്ട് നമ്മുടെ പേഴ്സണൽ PHR, അതായത് പേഴ്സണൽ ഹെൽത്ത് റെക്കോർഡിന്, ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് സെർവ് ആസ് എ ലീഗൽ ഡോക്യുമെന്റ് ഓഫ് കെയർ. അവിടെ വരെ ഡോക്യുമെന്റ് ഓഫ് കെയർ വരെ മതി. അപ്പൊ ഇവിടെ വീണ്ടും AHIMA 2016 എന്താ പറയാ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. PHR എന്ന് പറയുന്നത് ഒരു ഇഫക്റ്റീവ് ടൂൾ ആണ്, വിച്ച് എംപവേഴ്സ് ദ പേഷ്യൻസിനെ എന്താ പറയാ കൂടുതൽ പവർ കൊടുക്കുന്ന ഒരു തരം ഒരു ഇഫക്റ്റീവ് ടൂൾ തന്നെയാണ് PHR എന്ന് പറയുന്നത്. to be active member of that team. ഹെൽത്ത് കെയറിന്റെ ടീമിലെ ഒരു ആക്റ്റീവ് മെമ്പർ ആകാനുള്ള ഒരു ശക്തിപ്പെടുത്തൽ കൂടി ആണ് ഈ PHR എന്ന് പറയുന്ന ഒരു കാര്യം എന്നാ പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു ടീമിനകത്ത് നമ്മളും അതിനകത്ത് ഒരു റെക്കോർഡ്, നമ്മളുടെയും പേരിൽ ഒരു റെക്കോർഡ് അവിടെ വരുമ്പോൾ നമ്മൾ ആ ഒരു ഹെൽത്ത് കെയർ ടീമിനകത്തെ ഒരംഗമായി മാറും എന്നുള്ളത് ഉറപ്പുവരുത്താനുള്ള ഒരു ഇഫക്റ്റീവ് ടൂൾ കൂടിയാണ് PHR എന്ന് പറയുന്നത് എന്നാണ് ഒരു സെന്റൻസ് കൂടി അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ സെന്റൻസ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യണം, ഇൻക്ലൂഡിംഗ് ബ്രാക്കറ്റ് ഉൾപ്പെടെ കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇവിടെ വരെ? മനസ്സിലായോ?
ഓക്കെ. ഇനി അടുത്തത് പേഷ്യന്റ് റെക്കോർഡ് കണ്ടന്റ്. ഈ പേഷ്യൻസിന്റെ റെക്കോർഡ്സിന്റെ ഉള്ളടക്കം കണ്ടന്റുകൾ എന്തൊക്കെയാണെന്ന് അവിടെ കുറെ കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിരുന്നു. നമുക്ക് അതൊന്നും ആവശ്യമില്ല. നമുക്ക് എന്തൊക്കെയാണ് പേഷ്യന്റിന്റെ റെക്കോർഡ്സിന്റെ കണ്ടന്റ് അല്ലെങ്കിൽ കമ്പോണൻസ്, താഴെ കുറച്ച് പോയിന്റുകൾ ഉണ്ട്. ആ കണ്ടന്റുകളാണ് ഈ പറയുന്നത്: ഐഡന്റിഫിക്കേഷൻ സ്ക്രീൻ, പ്രോബ്ലം ലിസ്റ്റ്, മെഡിക്കേഷൻ റെക്കോർഡ്, ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ എന്നാണ്, ഫിസിക്സ് അല്ല കേട്ടോ, ഫിസിക്കൽ ആണ് ഞാൻ പറയുമ്പോൾ മാറ്റിക്കോളാം. പ്രോഗ്രസ് നോട്ട്സ്, പിന്നെ കൺസൾട്ടേഷൻ, ഫിസിഷ്യൻസ് ഓർഡർ, ഇമേജിംഗ് ആൻഡ് എക്സ്റേ റിപ്പോർട്ട്സ്, ലബോറട്ടറി റിപ്പോർട്ട്സ്, കൺസെന്റ് ആൻഡ് അതോറിസേഷൻ ഫോം, പാത്തോളജി റിപ്പോർട്ട്, ഓപ്പറേറ്റീവ് റിപ്പോർട്ട്, ഡിസ്ചാർജ് സമ്മറി, ക്ലെയിംസ് കണ്ടന്റ്. ഇതൊക്കെ ഇതിന്റെ കണ്ടന്റുകളാണ്. അപ്പൊ ഈ കണ്ടന്റ് ഓരോന്നായിട്ട് വിശദീകരിക്കാനാണ് ഇനി അടുത്ത ഭാഗം എന്നുള്ളത്. എന്തൊക്കെയാണ് പേഷ്യന്റിന്റെ റെക്കോർഡിന്റെ മൊത്തത്തിലുള്ള ഉള്ളടക്കമാണ് ഈ പറയണേ. മനസ്സിലായോ? അപ്പൊ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് അപ്പൊ പേഷ്യന്റിന്റെ റെക്കോർഡുകളിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് എന്താ പറയാ, HIMA തന്നെയാണ്, 2016 തന്നെയാണ് ഈ പറയുന്ന റെക്കോർഡിന്റെ കണ്ടന്റുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഓരോ പേഷ്യന്റിന് ഓരോ സ്പെസിഫിക് റെക്കോർഡുകൾ ഉണ്ടല്ലോ ഓരോ കാര്യങ്ങൾക്കും. ഇപ്പൊ ഉദാഹരണം എന്താ പറയാ, അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് അതിന്റെ റെക്കോർഡ്, പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് കാര്യങ്ങൾ, പിന്നെ ഏതെങ്കിലും തരത്തില് ഹോസ്പിറ്റൽസിന്റെ അധികാര പരിധിയിലുള്ള ചില റെഗുലേഷൻസ്, റൂൾസ് റെഗുലേഷൻസ് അല്ലെ, നിയമപരമായിട്ടുള്ള റെക്കോർഡുകൾ, അങ്ങനെ പല കാര്യങ്ങൾക്കും എന്തായാലും ഇതിനകത്ത് റെക്കോർഡുകളൊക്കെ തന്നെ ഉണ്ട്. ഈ പറയുന്ന റെക്കോർഡ്സ് എല്ലാം കൃത്യമായിട്ട് ഓരോ പ്രൊവൈഡേഴ്സും ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണോ അവരവരുടേതായ രീതിയിൽ അതൊക്കെ എന്താ പറയാ ഒരു പാറ്റേൺ അനുസരിച്ച് ഫോം ചെയ്ത് ഫ്രെയിം ചെയ്ത് ഉണ്ടാക്കാം. ഇറ്റ് ഈസ് വെരി നെസസറി. പേഷ്യൻസിന്റെ കെയർ ഇൻവോൾവ് ചെയ്യുന്ന എല്ലാ സ്ഥലത്തും ഈ റെക്കോർഡ്സ് ഒക്കെ തന്നെ അത്യാവശ്യമാണ് കേട്ടോ. അപ്പൊ അതൊക്കെയാണ് പറയുന്നത്. നമുക്ക് ആവശ്യമൊന്നും ഇല്ലാത്ത കാര്യമാണ്. ആ ഒന്നാമത്തെ സെന്റൻസ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. എന്താണ് പേഷ്യൻസ് റിഗാർഡ്, എന്താ പറയാ, സോറി, കമ്പോണൻസ് തുടങ്ങി മതി. ഫോളോയിങ് എന്ന് വേണ്ട. കമ്പോണൻസ് ആർ കോമൺ ടു മോസ്റ്റ് പേഷ്യന്റ് റെക്കോർഡ്സ്. മിക്കവാറും എല്ലാ പേഷ്യൻസിന്റെ റെക്കോർഡ്സിനും പ്രധാനപ്പെട്ട കമ്പോണന്റുകൾ താഴെ പറയുന്നതാണെന്ന് എന്നാ പറഞ്ഞത്. റെക്കോർഡ്സ് റിഗാർഡ്ലെസ് ഓഫ് ഫെസിലിറ്റി, ടൈപ്പ് ഓഫ് റെക്കോർഡ് സിസ്റ്റം, ഏത് രീതിയിൽ അല്ലെങ്കിൽ ഏത് ടൈപ്പിലുള്ളത്, ഏത് രീതിയിലുള്ള റെക്കോർഡ് സിസ്റ്റം ആണ് എന്നുള്ളതൊന്നും പരിഗണിക്കുന്നില്ല. മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ചില റെക്കോർഡുകൾ ആണ് താഴെ പറയുന്നത് എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. അത് പറയുന്നത് HIMA 2016 ഡിഫൈൻ ചെയ്തിരിക്കുന്ന രീതിയിലാണ്. അപ്പൊ ഫോളോയിങ് എന്നുള്ളത് മാറ്റി ബാക്കിയുള്ള ഭാഗം ആ ഫുൾ സ്റ്റോപ്പ് വരെ, ദാറ്റ് മീൻസ് ഇൻക്ലൂഡിംഗ് ബ്രാക്കറ്റ്, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, അതില് ഒന്നാമത്തെ ഈ കണ്ടന്റിനകത്ത്, ഈ ഉള്ളടക്കത്തിനകത്ത് വരുന്ന ചില കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ ഐഡന്റിഫിക്കേഷൻ സ്ക്രീൻ അല്ലെ. ഐഡന്റിഫിക്കേഷൻ സ്ക്രീൻ എന്താ? അറ്റ് ദ ടൈം ഓഫ് രജിസ്ട്രേഷൻ ഓർ അഡ്മിഷൻ, ഒരു പേഷ്യന്റിനെ, പുതിയതായിട്ട് വരുന്ന പേഷ്യന്റ് രജിസ്റ്റർ ചെയ്യുന്നു. രജിസ്ട്രേഷൻ കൗണ്ടർ ഉണ്ടാവില്ല നമ്മുടെ, രജിസ്ട്രേഷൻ പോയിന്റ്, നമ്മൾ അതിന് OP എന്നൊക്കെ പറയും അല്ലെ. അല്ലെങ്കിൽ അഡ്മിഷൻ, ചിലപ്പോ OP വന്ന് ചീട്ടൊക്കെ എടുത്ത് ഡോക്ടറെ കണ്ടു കഴിയുമ്പോഴേക്കും രോഗത്തിന്റെ കാഠിന്യം അനുസരിച്ച് ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്യാൻ പറയും. അപ്പൊ അഡ്മിഷന് വേണ്ടി വരുന്ന കൗണ്ടറിലോ അല്ലെങ്കിൽ രജിസ്ട്രേഷന് വേണ്ടി വരുമ്പോഴോ അവിടെയാണ് ഒരു പേഷ്യന്റിന്റെ ഐഡന്റിഫിക്കേഷൻ സ്ക്രീൻ ഒറിജിനേറ്റ് ചെയ്യുന്നത്. അവിടെയാണ് ഐഡന്റിഫിക്കേഷൻ സ്ക്രീനിന്റെ ഉദ്ഭവം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? ഒറിജിനേഷൻ ഓഫ് ഐഡന്റിഫിക്കേഷൻ സ്ക്രീൻ at the time of registration or admission. അഡ്മിഷന്റെ സമയത്ത് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ സമയത്താണ് നമ്മളെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ഡാറ്റ, ഒരു റെക്കോർഡ്, അതാണ് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും, എന്തൊക്കെയായിരിക്കും ഐഡന്റിഫിക്കേഷൻ സ്ക്രീനിൽ ഉണ്ടാവുക? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഐഡന്റിഫൈ ചെയ്യാനുള്ള മാർക്കുകൾ എന്തൊക്കെയാണ്? നമ്മുടെ പേര്, നെയിം, നമ്മുടെ അഡ്രസ്, നമ്മുടെ ടെലിഫോൺ നമ്പർ, പിന്നെ ഇൻഷുറൻസ് ഉള്ളവരൊക്കെ ആണെങ്കിലേ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതും പറയണം, കാരണം അതനുസരിച്ച് ബില്ല് ചെയ്യണ്ടേ അല്ലെ. അത് തന്നെ. അപ്പൊ ഇൻഷുറൻസ് കാരിയർ ആണെങ്കിൽ അത്, അതിന്റെ പോളിസി നമ്പർ, ആസ് വെൽ ആസ് നമ്മുടെ പേഷ്യന്റിന്റെ ഡയഗ്നോസിസ്, എന്തൊക്കെ പരിശോധന നടത്തി, പിന്നെ ഡിസ്പോസിഷൻ ആൻഡ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ആ പേഷ്യന്റിന്റെ നില എന്താണ്, കംപ്ലീറ്റ്ലി ഓക്കെ ആയോ അല്ലെങ്കിൽ ഹാഫ് ഓക്കെ ആയോ, അങ്ങനെയൊക്കെ. ഡിസ്ചാർജ് പല രീതിയിലും അങ്ങനെ വരുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങൾ. ചിലപ്പോഴൊക്കെ ചില പേഷ്യൻസിനെ കുറച്ച് നാളൊക്കെ ഒരു ഹോസ്പിറ്റലിൽ ചികിത്സ ചെയ്ത് ചില ആളുകൾ അത് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് ചിലപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഉറപ്പിന് വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ മറ്റു ഹോസ്പിറ്റൽസിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ അവിടെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്താലേ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെ.
അതല്ലേ, അങ്ങനെയല്ലേ? യെസ്. അപ്പൊ ആ സമയത്തുള്ള ആളുടെ നില എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, ആ രജിസ്ട്രേഷൻ പോയിന്റിൽ അല്ലെങ്കിൽ അഡ്മിഷന്റെ സമയത്ത് പേഷ്യൻസിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ഐഡന്റിഫിക്കേഷൻ സ്ക്രീൻ എന്ന് വിളിക്കുക. ഈ ഐഡന്റിഫിക്കേഷൻ സ്ക്രീനിൽ ഈ പറയുന്ന എല്ലാ കാര്യവും ഉൾപ്പെടുന്നുണ്ട്. ഇനി മാത്രമല്ല, ഇതിനകത്ത് ഡയഗ്നോസിസ്, അതായത് ചെയ്യുന്ന പരിശോധനകൾ, ഫിസിഷ്യൻസ് എന്തെങ്കിലുമൊക്കെ രോഗത്തിനൊക്കെ പരിശോധനയൊക്കെ നടത്തി ആ പരിശോധനകൾ, പിന്നെ അവരെന്തെങ്കിലുമൊക്കെ അവരുടേതായ രീതിയിൽ ചില കാര്യങ്ങളൊക്കെ കോഡായിട്ടൊക്കെ എഴുതി വെക്കും. ചില കോഡ്സ് ഒക്കെ നമ്മൾ എന്താ പറയാ, നമുക്ക് കോഡിങ്ങിനെ കുറിച്ചിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല. ഡയഗ്നോസിസിൽ കുറെ കോഡുകളുണ്ട്. പരിശോധന നടത്തുമ്പോൾ ഇന്ന പരിശോധന നടത്തിയെന്ന് കോഡഡ് ആയിട്ടായിരിക്കും അവര് അതിനകത്ത് റെക്കോർഡ് ചെയ്യുക. ചിലപ്പോൾ നമുക്കൊന്നും അത് വായിക്കാൻ പറ്റില്ല, കോഡുകളായിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഐഡന്റിഫിക്കേഷൻ കമ്പോണന്റ് ഇത് നമുക്ക് എന്താണ് ക്ലിനിക്കൽ പർപ്പസിനും അതുപോലെ തന്നെ ഓഫീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ പറയുന്ന പേഷ്യൻസിന്റെ ഇത്തരം റെക്കോർഡ്സ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മാത്രമല്ല, ഒരു രോഗിയുടെ എന്ത് ഡയഗ്നോസിസ് നടത്തി, എന്ത് പരിശോധന നടത്തി, അറ്റ് എ ക്വിക്ക് വ്യൂ, ഒറ്റ നോട്ടത്തിലുള്ള കാഴ്ചപ്പാടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. കാരണം അതിനകത്ത് അതെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ഐഡന്റിഫിക്കേഷൻ സ്ക്രീനിൽ. മനസ്സിലായോ? ഇപ്പൊ വിശദമായ പഠനം നടത്തേണ്ട ആവശ്യമില്ല. ഈ ഒരു ഒറ്റ നോട്ടത്തിൽ നമുക്ക് അതിൽ നിന്ന് എല്ലാ ഡാറ്റയും ആളെ സംബന്ധിച്ചുള്ളത് ക്ലിയർ ആയിട്ട് കിട്ടും. ഇനി അതിനകത്ത് ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ചില സിംബൽസ്, ഡീറ്റെയിൽസ്, കോഡ്സ്, അതൊക്കെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവര് ഇങ്ങനെ എന്താ പറയാ കുറിച്ച് വെച്ചിട്ടുണ്ട്. റീഇംബേഴ്സ്മെന്റും പിന്നെ അതുപോലെ തന്നെ പ്ലാനിങ് പർപ്പസ്. റീഇംബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, തിരിച്ചടവുകളൊക്കെ ഉണ്ടെങ്കിൽ ഇനി ചിലപ്പോ പൈസ തിരിച്ചങ്ങോട്ട് കൊടുക്കാനുണ്ട്. അപ്പൊ അതെന്തെങ്കിലും കോഡിങ്ങിലൂടെയോ മറ്റെന്തെങ്കിലും ഡെസിഗ്നേഷൻസ് ആയിട്ട് അവര് അവിടെ കാണിച്ചു വെക്കും. ഓക്കെ, അതുപോലെ തന്നെ പ്ലാനിങ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ പേഷ്യന്റുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യാനുണ്ടെങ്കിൽ അത്തരം കോഡുകളൊക്കെ ആയിട്ടായിരിക്കും എഴുതി സൂക്ഷിക്കാം. അപ്പൊ നമുക്കത് ചിലപ്പോൾ റെഫർ ചെയ്യുമ്പോൾ മനസ്സിലാവില്ല. പക്ഷെ അറ്റ് എ ക്വിക്ക് വ്യൂ, ഒറ്റ നോട്ടത്തില് ആ ഒരു റെക്കോർഡ്സിൽ നിന്ന് ആ ഒരു ഇൻഡിവിജ്വൽ, ആ ഒരു പേഷ്യന്റിനെ സംബന്ധിക്കുന്ന സകല ഡീറ്റെയിൽസും വി ക്യാൻ ഒബ്റ്റെയിൻ, ഇതിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഐഡന്റിഫിക്കേഷൻ സ്ക്രീനിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. The sentence, information found on the identification screen of a health or medical record originates at the time of registration or admission. എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. ഇനി ആ ഐഡന്റിഫിക്കേഷൻ സ്ക്രീനിൽ എന്തൊക്കെ ഡാറ്റയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? അറ്റ്ലീസ്റ്റ് പേഷ്യൻസ് നെയിം, അഡ്രസ്, ടെലിഫോൺ നമ്പർ, ഇൻഷുറൻസ് കാരിയർ, പോളിസി നമ്പർ, as well as the patient's diagnosis and the disposition of discharge. അവിടെ വരെ. Okay. The codes and other demographic details are used for reimbursement and planning purpose. Reimbursement and planning purpose ഒക്കെ വേണ്ടിയിട്ട് കോഡുകളും മറ്റ് ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസും ഉപയോഗിക്കുന്നു. ആ സെന്റൻസും അണ്ടർലൈൻ ചെയ്യും. Okay. ഓക്കെ, അടുത്തൊരു പോയിന്റ് എടുത്തത് നമ്മൾ നിർത്താം. സമയം കഴിഞ്ഞാലും കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, അടുത്തത് എന്താ? ഇനി എന്തൊക്കെയാണ്? ഇനി അടുത്ത കണ്ടന്റ് എന്താ? നമ്മുടെ പേഷ്യന്റ് റെക്കോർഡ്സിലെ മറ്റൊരു കണ്ടന്റ് ആണ് പ്രോബ്ലം ലിസ്റ്റ്. കേട്ടോ, പ്രോബ്ലം പറയുന്നത് തന്നെ അറിയാലോ. എന്തായിരിക്കും പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പേഷ്യന്റിന്റെ പ്രോബ്ലം. പേഷ്യന്റിന്റെ പ്രോബ്ലം എന്താ? ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ എന്ത് പ്രോബ്ലം ആയിട്ടാ ചെല്ലണേ? നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ആയിട്ടാണോ ചെല്ലാം? അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അതന്നെ നമ്മുടെ ഇൽനെസ്സുമായിട്ടാണ് അല്ലെ? നമ്മുടെ ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമായിട്ടാണോ ഹോസ്പിറ്റലിൽ പോകുക? അല്ല. പേഷ്യന്റിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് അവരുടെ ഇൽനെസ് അല്ലെ, അവരുടെ എന്താ പറയാ പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരു രോഗമായിരിക്കാം, വയ്യായിരിക്കാം, അങ്ങനെയൊക്കെ. അപ്പൊ ഇതെന്ന് പറയുന്നത് പേഷ്യന്റിന്റെ റെക്കോർഡ്സിനകത്ത്, പ്രോബ്ലം ലിസ്റ്റിനകത്ത് അതിനകത്ത് ഉൾപ്പെടുന്ന അത്തരം റെക്കോർഡിൽ ഉൾപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത് കോംപ്രഹെൻസീവ് പ്രോബ്ലം ലിസ്റ്റ്. അതായത് സമഗ്രമായ ആ ഒരു പേഷ്യന്റിന്റെ എന്താണ് ഇൽനെസ്, അതുപോലെ തന്നെ ഓപ്പറേഷൻസ് പേഷ്യന്റ് ഹാസ് എക്സ്പീരിയൻസ്ഡ്, ആ പേഷ്യന്റ് ആ ഒരു ഹോസ്പിറ്റലിൽ ആ ഒരു രോഗവുമായി ബന്ധപ്പെട്ടിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ചില അനുഭവങ്ങൾ
എന്തൊക്കെ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൊസീജിയേഴ്സോ എന്തൊക്കെയാണോ നടത്തിയ ഓപ്പറേഷൻസ് എന്തെങ്കിലുമൊക്കെ നടത്തിയെങ്കിൽ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അതെല്ലാം ഇതിൽ വരും, പ്രോഗ്രാം ലിസ്റ്റിൽ വരും. അപ്പൊ ഇത് സാധാരണ എന്താ പറയാ സാധാരണ സമയങ്ങളിൽ ഇത്തരം പ്രോബ്ലം ലിസ്റ്റുകൾ സാഹചര്യത്തിനനുസരിച്ച് മാറി മാറി എന്ത് ചെയ്യുന്നു ഹോസ്പിറ്റൽസ് തയ്യാറാക്കും. ഇതൊരു സിംഗിൾ എപ്പിസോഡ്, ഒരു രോഗം വന്ന് ആ ഒരൊറ്റ രോഗത്തിന് വേണ്ടി മാത്രമല്ല ഈ ഒരു എന്താ പറയാ റെക്കോർഡ് അല്ലെങ്കിൽ പ്രോബ്ലം ലിസ്റ്റുകൾ ഉണ്ടാക്കുന്നത്. അത് ഒരു എന്താ പറയാ ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ നമ്മളുടെ ചിലപ്പോൾ ലാബിലാക്കി അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് അത് പ്രൊവൈഡ് ചെയ്യുന്നവർ അവർ കൊടുക്കുന്ന പ്രൈമറി കെയർ അതുപോലെ തന്നെ ആ പേഷ്യന്റിന്റെ കെയറിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു പ്രോബ്ലം ലിസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒറ്റ പ്രാവശ്യം വരുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ആ പേഷ്യന്റിന്റെ ഇല്ലസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ പ്രൈമറി കെയർ കൊടുത്തത് അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് കിട്ടുന്ന ആ പേഷ്യന്റിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ഈ പ്രോബ്ലം ലിസ്റ്റിൽ എത്തിയിട്ടുണ്ടാവും, ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ടുണ്ടാവും സമഗ്രമായിട്ട്. ഓക്കെ, അപ്പൊ ഒരു സിംഗിൾ എപ്പിസോഡിനേക്കും വേണ്ടിയിട്ടുള്ള കെയർ എല്ലാം ഈ ഒരു ലിസ്റ്റിൽ വരാം. ഓവറോൾ അറ്റൻഡിങ് ഏത് സമയത്ത് അറ്റൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കെയറിങ്ങും അതുപോലെ തന്നെ ട്രീറ്റ്മെന്റും മറ്റു കാര്യങ്ങളും അവരുടെ പ്രോബ്ലംസും ഒക്കെ അതിനകത്ത് ഉണ്ടായിരിക്കും. ആ ഒന്നാമത്തെ സെന്റൻസ് മാത്രം അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. പേഷ്യന്റ് റെക്കോർഡ്സ് frequently contain a comprehensive problem list which identifies significant illness and operations the patient has experienced. പേഷ്യന്റിന് ഉണ്ടായിരിക്കുന്ന രോഗം, ആ രോഗത്തിൽ ഉണ്ടാകുന്ന മറ്റു എന്തെങ്കിലും തരത്തിലുള്ള ഓപ്പറേഷൻസ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സമഗ്രമായ ലിസ്റ്റ്, അതാണ് നമ്മളുടെ പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ വെച്ച് നിർത്താണ്. പ്രോബ്ലം ലിസ്റ്റ് വരെയാണ് നമ്മൾ എടുത്തത്. കഴിഞ്ഞ ദിവസം എടുത്ത കുറച്ച് പോയിന്റുകളുടെ ചെറുതായിട്ട് ഒരു വിശദീകരണവും നമ്മൾ ഇന്ന് നടത്തി. പിന്നെ കൂടാതെ ഇന്ന് നമ്മൾ ശരിക്കും എടുക്കേണ്ട പോർഷൻ എന്ന് പറയുന്നത് എന്താ പറയാ പേഷ്യന്റ് എന്താ അല്ലല്ലോ ലീഗൽ ഡോക്യുമെന്റ് അല്ലെ, അതാണ് നമ്മൾ ഇന്ന് എടുത്തു തുടങ്ങിയത്. അപ്പോ ബാക്കി എല്ലാം കൂടിയും നിങ്ങളൊന്ന് പഠിച്ച് വായിച്ച് നോക്കി അണ്ടർലൈൻ ചെയ്തതൊക്കെ കൂടുതൽ നന്നായിട്ട് പഠിക്കാൻ നോക്കുക. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ഓക്കെ, ഇവിടെ തുടങ്ങിയാണ് നമ്മൾ ഇന്ന് എടുത്തത്. അതിന്റെ മുന്നേ കുറച്ച് പോയിന്റുകളും വീണ്ടും ഒന്നുകൂടി നമ്മളിന്ന് റെഫർ ചെയ്തു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം എടുത്താൽ മതിയില്ലേ? ബാക്കി വയ്യ ഇന്ന്, പക്ഷെങ്കിലും ക്ലാസ് കളയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് വന്നതാ. നല്ല കമ്മിയുണ്ട്, മരുന്നൊക്കെ ഇവിടെ അടുത്തൊക്കെ തന്നെ വെച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. യെസ്, so see you tomorrow. Bye.